ഈ രക്ഷാപ്രവർത്തനത്തിന് ഇവിടെ എത്തിയ ആളുകളൊക്കെ തന്നെ ഏറ്റവും അധികം അവരൊരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്ന ഈ ഒരു കൈക്കുഞ്ഞിൻ്റെ കാര്യത്തിലാണ്. കാരണം അവന്തിക എന്ന് പറയുന്ന ഒരു കൈക്കുഞ്ഞ്, അപ്പോൾ 1 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഈ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കുമ്പോൾ അവർ വലിയ രീതിയിൽ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. കാരണം ഈ കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ, അതുകൊണ്ടാണ് ഈ നെടുമങ്ങാട് ആശുപത്രിയിൽ നിന്ന് കുട്ടിയെ SIT മെഡിക്കൽ കോളേജിലേക്ക് SIT തന്നെ പ്രവേശിപ്പിച്ചത്. പക്ഷേ ആശ്വാസകരമായ ഒരു വാർത്തയാണ് വന്നത്. കുഞ്ഞിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവന്തിക സുഖമായി ഇരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം, ഇന്നലെ അപകട സമയത്ത് നമ്മളിവിടെ എത്തിയപ്പോൾ ആദ്യം ഇവിടെ എത്തിയ മാധ്യമ സംഘത്തോടൊപ്പം തന്നെ ഞാനും ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് ആദ്യമേ എത്തി നേതൃത്വം നൽകിയ സംഘത്തിലെ ഒരാളാണ് ഇപ്പോൾ നമ്മോടുള്ളത്. ചേട്ടാ, ഇന്നലെ രാത്രി എത്തിയപ്പോൾ തന്നെ നമ്മൾ ചേട്ടനെ കണ്ടതാണ്. ഈ ബസ്സിന്റെ അമിത വേഗതയും അതുപോലെ തന്നെ റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം ഒക്കെ തന്നെ അപകട കാരണമായെന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളുടെയൊക്കെ സേവനം എന്ന് പറയുന്നത് വളരെയധികം പ്രശംസ അർഹിക്കുന്നതാണ്. പ്രത്യേകിച്ച് അപകടത്തിൽ ഒട്ടും പതിച്ചു നിൽക്കാതെ നിങ്ങൾ ഈ വാഹനത്തിനകത്തേക്ക് കയറി. നാട്ടുകാർ നല്ല സഹകരണം. നിങ്ങളിവിടെ അപകട സമയത്ത് ആദ്യം എത്തിയപ്പോൾ എന്താണ് കണ്ട ഒരു കാഴ്ച? ബസ് ഇതേപോലെ സ്ലാബിൽ അടിച്ച് കിടക്കുകയാണ്. ഭയങ്കര വിളിയായിരുന്നു, അതിനകത്ത് ഭയങ്കര വിളിയായിരുന്നു. അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു, നാട്ടുകാരെല്ലാം അപ്പുറത്ത് തന്നെ ഓടിക്കൂടി എല്ലാവരും പുറത്തെടുത്ത് ഫയർഫോഴ്സ് എത്തി. ഒരാൾ മരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ദാസിനി എന്ന് പറയുന്ന അവർ വാഹനത്തിന്റെ ഏത് ഭാഗത്താണ് ഉണ്ടായിരുന്നത്? അത് ബാക്കിലാണെന്നാണ് അറിയുന്നത്, ഡോറ് തുറന്ന് പോയെന്നാണ് അറിയണം. അങ്ങനെയാണ് അറിയുന്നത്. ഒരു പയ്യന്റെ കഴുത്ത് ഈ ഡോറിനുള്ളിൽ കൂടി ഓടയിലേക്ക് കിടക്കുകയായിരുന്നു. അതെങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത്? അത് അതിനകം ബാക്ക് ഡോറ് കട്ട് ചെയ്താണ് കയറി എടുത്തത്. ഫയർഫോഴ്സാണ് എടുത്തത്. ഈ ഡ്രൈവർ അമിത വേഗമായിരുന്നു. അപ്പുറത്തുനിന്നേ പറയണം, വണ്ടി ഭയങ്കര സ്പീഡായിരുന്നു. ഇവിടെ മുൻപ് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്? ഇങ്ങനെ ഒരു അപകടം ഇതാദ്യമായിട്ടാണ്. ചെറിയ രീതിയിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നാട്ടുകാരൊക്കെ തന്നെ ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ തന്നെ ചെറിയ പ്രതിഷേധങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ഡ്രൈവർ വാഹനം വളരെയധികം അമിത വേഗതയിലായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇവിടെ അപകടങ്ങൾ മുൻപ് ഉണ്ടാകാറുണ്ടായിരുന്നെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു അപകടം ഇവിടെ ആദ്യമായിട്ടെന്നാണ് പറയുന്നത്. തൊട്ടടുത്താണ് താമസിക്കുന്നത്, ഈ വളവിൽ തൊട്ടടുത്താണ് താമസിക്കുന്നത്. സാധാരണ ഇവിടെ ഇത്രയും ഭാഗങ്ങളിൽ ഇതുവരെ ഒരു അപകടം ഉണ്ടായിട്ടില്ല. ഈ വാഹനം അമിത വേഗത്തിലാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പം ഞാൻ കാണുന്നില്ല, അമിത വേഗത്തിലാണെന്ന് നാട്ടുകാരെല്ലാം പറയുന്നുണ്ട്. അവിടെ നിന്ന് വന്ന വളവും ഒക്കെ വെട്ടി ഒടിച്ച് അവിടെ വന്നപ്പോൾ നമ്മുടെ ഇവിടെ ഒരു പാരലൽ സർവീസ് ഓടിക്കുന്ന ഒരു ഡ്രൈവറുണ്ട്. ആ പുള്ളി വെളിയിൽ നിൽക്കുകയായിരുന്നു. ആ നിൽക്കുന്ന സമയത്താണ് ഈ വണ്ടി പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ പുള്ളി തന്നെ പറഞ്ഞത് ഇതേപോലെ ആ വളവൊക്കെ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു മര്യാദയില്ലാത്ത രീതിയിൽ തിരിച്ചാണ് വണ്ടി ഓടിച്ചത്. ഈ രക്ഷാപ്രവർത്തനത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് അവിടെ നിങ്ങളിപ്പോൾ നാട്ടുകാരെന്നുള്ള രീതിയിൽ രക്ഷാപ്രവർത്തനം? നാട്ടുകാർ തന്നെ ഇവിടെ ഞാൻ എത്തുന്നതിന് മുമ്പ് തന്നെ 2 മിനിറ്റ് കൊണ്ട് തന്നെ നാട്ടുകാരെല്ലാം ഇവിടെ ഗ്ലാസ്സൊക്കെ പൊട്ടിച്ച് ഇളക്കാനും ബാക്കിയുള്ള സംവിധാനങ്ങൾ ചെയ്തു. ഞാൻ വീട്ടിൽ നടന്ന് നേരെ ഇവിടെ എത്തിയ സമയത്ത് എൻ്റെ നടത്തി മൂത്തിയ തന്നെയാണ്. എന്തായാലും ഇത്രയും വലിയൊരു അപകടം ഈ നാട്ടിലുണ്ടായി. നെടുമങ്ങാട് ഇരിഞ്ചയം എന്ന് പറയുന്ന സമീപം ഈ റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം പല സ്ഥലത്തും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിൽ ഈ അപകടത്തിന്റെ കാര്യം പറഞ്ഞാൽ റോഡിന്റെ വളവുകൾ നേരത്തെ കൂട്ടി എല്ലാവർക്കും അറിയുന്നതാണ്, വാഹനം ഓടിക്കുന്നവർക്ക് അറിയുന്നതാണ്. പക്ഷേ ഈ അമിത വേഗം തന്നെയാണ് ഏറ്റവും പ്രധാന കാരണം എന്ന് നമുക്ക് പറയേണ്ടി വരുമെന്ന് തോന്നുന്നു. ഈ കസ്റ്റഡിയിൽ ആണല്ലോ ഇപ്പോൾ ഡ്രൈവർ ഉള്ളത്, അല്ലേ? മോത്തിയ തന്നെയാണ്. അത് ഈ അപകടം നടന്ന ആദ്യം രക്ഷാപ്രവർത്തനത്തിന് എത്തിയ ആളുകളൊക്കെ തന്നെ പറഞ്ഞതാണ്. ഇവർ അപകട സമയത്ത് ഇവിടെ എത്തിയപ്പോൾ ഡ്രൈവറെ വാഹനത്തിനുള്ളിൽ നോക്കി. കാരണം ഡ്രൈവർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയോ എന്ന് അറിയാൻ. പക്ഷേ ഡ്രൈവർ വാഹനത്തിലില്ലായിരുന്നു. തുടർന്ന് ഇവർ ഈ വിവരം പോലീസിനെ അറിയിച്ചു. കാരണം ചില ദൃക്സാക്ഷികൾ പറയുന്നത് ഡ്രൈവർ അപകടം നടന്ന ശേഷം ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നത് അവർ കണ്ടു എന്നാണ് പറഞ്ഞത്. തുടർന്ന് ഈ വിവരം പോലീസിനെ അറിയിച്ചു. പോലീസ് ആദ്യഘട്ടത്തിൽ കരുതിയത് ഇയാൾ നെടുമങ്ങാട് ആശുപത്രിയിലോ അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയവരുടെ കൂട്ടത്തിലോ ഈ ഡ്രൈവർ ഉണ്ടാകുമെന്നാണ് കരുതിയത്. പക്ഷേ അവിടെ രണ്ടിടത്തും പോലീസ് കൃത്യമായി പരിശോധന നടത്തിയപ്പോൾ ഡ്രൈവർ ഈ 2 ആശുപത്രിയിലും ഇല്ല എന്നുള്ള കാര്യത്തിന് ഒരു ഉറപ്പുവരുത്തി. തുടർന്ന് പോലീസ് വിശദമായി പരിശോധന നടത്തി. അപ്പോഴാണ് ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഏതാനും കിലോമീറ്ററുകൾക്ക് മാത്രം അപ്പുറമുള്ള വെഞ്ഞാറുമൂട്ടിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഡ്രൈവർ ഉണ്ട് എന്ന തരത്തിൽ പോലീസിനൊരു വിവരം ലഭിക്കുന്നത്. തുടർന്ന് ആ തരത്തിലും പരിശോധന നടത്തി. അതും ഡ്രൈവർ അല്ല എന്ന് തെളിഞ്ഞു. തുടർന്നാണ് ഇവിടെ നിന്ന് പോലീസ് ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് പരിശോധന നടത്തിയപ്പോഴാണ് അദ്ദേഹം കാട്ടാക്കടയിൽ ഒരു ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ടെന്ന് അറിയുന്നത്. ഡ്രൈവറിന് പുരുകത്ത് മാത്രമാണ് ഒരു ചെറിയ പരിക്കുണ്ടായിരുന്നത്. അത് അവിടെ ചെന്ന് പ്രാഥമിക ശുശ്രൂഷ നൽകിയതിനു ശേഷം ഏതായാലും ഇനി നിയമത്തിന്റെ വഴിക്ക് മുന്നോട്ട് പോകട്ടെ. ജിബിൻ JB-യാണ് വിവരങ്ങൾ നൽകിയത്. ഒറ്റശേഖരമംഗലത്ത് നിന്നും മൂന്നാറിലേക്ക് വിനോദയാത്ര പോയ സംഘത്തിന്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അതിലാണ് ഒരാൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. മറ്റ് 2 പേരുടെ കൂടി സ്ഥിതി കുറച്ച് സീരിയസ് ആണ് എന്നാണ് പറയുന്നത്. അവരും എത്രയും വേഗം ആരോഗ്യം വീണ്ടെടുത്ത് തിരികെ വരട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. കുഞ്ഞിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവന്തിക സുരക്ഷിതയായി ഇരിക്കുന്നുണ്ട്. അവന്തികയെക്കുറിച്ച് ഒരുപാട് പേര് ആശങ്ക ഇന്നലെ തന്നെ പ്രകടിപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെയും ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. അവന്തികയുടെ കാര്യം ചോദിച്ചു. ഏതായാലും സുരക്ഷിതയായിട്ടിരിക്കുന്നുണ്ട്.